സി ഞാനിന്ന് സംസാരിക്കുന്നത് പൂക്കുട്ടി മുഹമ്മദ് കോയ എന്ന് പറയുന്ന ഒരു ജീനിയസിനോടാണ്. അദ്ദേഹം പബ്ലിക് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്. അഗത്തി സ്വദേശം കവരത്തിയാണ്. ഇപ്പൊ ഞങ്ങള് സംസാരിക്കുന്നത് അഗത്തിയിൽ നിന്നാണ്. സാറ്, ഞാൻ സാറെ കുറിച്ച് കുറെ കേട്ടിട്ടുണ്ട്. ഒരുപാട് അനുഭവ സമ്പത്തുള്ള ആളാണ്. പിന്നെ ഇപ്പൊ സോഷ്യൽ വർക്കുമായിട്ട് മുന്നോട്ട് പോകുന്നു. സർ, ഈ ലക്ഷദ്വീപിൽ ഞാൻ വരുമ്പോൾ ഒരുപാട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, കേരളത്തിലെ അഭ്യസ്തവിദ്യരായ ആളുകളെക്കാൾ എത്ര മുമ്പിലാണ് ഇവിടുത്തെ അഭ്യസ്തവിദ്യരായ ആളുകൾ, വിശേഷിച്ച് സാറുടെ ജനറേഷനിലുള്ള ആളുകൾ. എവിടുന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് പോകാനോ അല്ലെങ്കിൽ ഒരു സൗകര്യങ്ങളില്ലാത്ത, ഇപ്പോഴും സൗകര്യങ്ങൾ പരിമിതമാണ്. ആ സമയത്ത് സാറ് പോലെയുള്ള ആളുകൾ വിദ്യാഭ്യാസം നേടി ഇവിടെ ഉന്നത പൊസിഷനിൽ, എനിക്ക് തോന്നുന്നു സാറ് ഡൽഹി ഒരുവിധം എല്ലാ പ്രദേശങ്ങളും സാർ എക്സ്പ്ലോർ ചെയ്തു റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ്. അപ്പൊ സാറിന് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും. എൻ്റെ ഒരു ആദ്യത്തെ ചോദ്യം, ഈ ലക്ഷദ്വീപിന്റെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ലക്ഷദ്വീപിൽ ഒരുപാട് റിസോഴ്സസ് ഉണ്ട്, ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയ ആളുകളുണ്ട്, ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. പക്ഷേ ഇപ്പോഴും ലക്ഷദ്വീപിന്റെ സ്ഥിതി പരിതാപകരമാണ്. കാരണം നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ ഒരു ഐലൻഡിൽ നിന്ന് നിങ്ങളുടെ കുടുംബക്കാരൻ, ഇപ്പൊ ഒരാള് കവരത്തിയിലാണ്, അവരുടെ മകൻ അഗത്തിയിലാണ്. കവരത്തിയിലുള്ള പാരന്റ്സിനെ കാണാൻ അഗത്തിയിൽ ജോലി ചെയ്യുന്ന മകന്, അപ്പം അവിടെ ഉമ്മയോ വാപ്പയോ ഒക്കെ മരിച്ചു. ഈ വെസലല്ലാതെ വേറൊരു ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമില്ല. ഈ ആൾക്ക് അങ്ങോട്ട് എത്താനുള്ള യാതൊരു വഴിയില്ല. അപ്പൊ മരിച്ചവൻ മരിച്ചു, വേറൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത്തരത്തിലുള്ള ഒരുപാട് ദുരിതങ്ങൾ ലക്ഷദ്വീപ് ഐലൻഡിലെ ജനങ്ങൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ട്, ഈ 21ാം നൂറ്റാണ്ടിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിൽ. സർ, ഇതിന് ഞാൻ എന്റെ അറിവ് വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ലക്ഷദ്വീപുമായിട്ടുള്ള ആളുകളുമായിട്ടുള്ള പരിചയത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ആളുകൾ ഓരോ വീട്ടിലുണ്ട് ഇവിടെ. എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്. പിന്നെ ഈ ഭൂമിക, ഇവിടുത്തെ റിസോഴ്സസ്, ഇവിടുത്തെ കോക്കനട്ട്, ഇവിടുത്തെ ശർക്കര, ഫിഷ്, ഈ ഫിഷിന്റെ ടേസ്റ്റ് വേറെ എവിടെയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ ഒരുപാട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള സംഗതികളുണ്ട്. പക്ഷെ ഇതൊന്ന് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ഒരു പരിധി വരെ ഇപ്പോഴത്തെ ജനറേഷൻ തയ്യാറാവുന്നില്ല. കാരണം അവർ ഒരു സെഡന്ററി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം. അവരാകെ ഒരു മടിയിലാണ്.